അയ്യോ വിശക്കുന്നേ. അയ്യോ വിശക്കുന്നേ. എവിടെ റെയിൽവേ സ്റ്റേഷൻ? അയ്യോ റെയിൽവേ സ്റ്റേഷൻ കാണുന്നില്ലല്ലോ. ഓ ഇതൊരു മെയിൻ റോഡാണല്ലോ, ടാറിട്ട റോഡ്. ഇതുവഴി എന്തായാലും ട്രെയിൻ വരാൻ ചാൻസ് ഇല്ല. ഇവിടെ നിന്നിട്ട് കാര്യമില്ല, റെയിൽവേ സ്റ്റേഷൻ തപ്പിപ്പോണം. കുറെ ദിവസമായിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷൻ തപ്പി നടക്കുന്നത്, എങ്ങും കാണാനില്ല. അയ്യോ എനിക്ക് വിശന്നിട്ട് വയ്യ, എന്റെ കുടല് കരിയുന്നു വിശന്ന്. ഞാൻ റെയിൽവേ ട്രാക്ക് തപ്പി നടന്നിട്ട് എനിക്ക് കാണാൻ പറ്റുന്നത് ഈ മെയിൻ റോഡാണല്ലോ, ഈ ടാറിട്ട റോഡ്. റെയിൽവേ ട്രാക്കിൽ നിന്നിട്ട് ഒരു കാര്യമില്ല, കാരണം വല്ലപ്പോഴും എങ്ങാനും ഒരു ട്രെയിൻ എങ്ങാനും വരും, അത് കഴിച്ചിട്ട് എന്താവാനാ. പക്ഷേ റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിൽ അവിടെ ഇഷ്ടംപോലെ ട്രെയിൻ ഉണ്ട്, ഒരുപാട് ട്രെയിൻ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. അത് കഴിച്ച് എൻ്റെ വിശപ്പടങ്ങും. റെയിൽവേ സ്റ്റേഷൻ വെച്ച് പിടിക്കാം. അയ്യോ തണുക്കുന്നേ. എത്ര മക്കളെ സമയത്തായി? ആ അമ്മണി അമ്മയും കൂടെ റെഡിയായിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ തീരായി വരും, നമ്മൾ പോകുന്ന വരെ. ഷോ നാണിയമ്മ കാണുന്നില്ലല്ലോ. കുട്ടുമോനും അമ്മണിയും കൂടെ നാണിയമ്മ വിളിച്ചിട്ട് വരട്ടെന്ന് പറഞ്ഞു പോയതാ. മൂന്നെണ്ണത്തിനും കാണാൻ ഇപ്പം. കാർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കംപ്ലൈന്റ് ആകുന്നുണ്ടല്ലോ ചേച്ചി. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ കാർ കയറി റെയിൽവേ സ്റ്റേഷനിൽ പോകാറുണ്ടല്ലോ. ഇനിയിപ്പോൾ ബസ് കാത്തേക്ക് പറ്റി നമ്മള്. ആ അത് ശരി, ഞാൻ ചേട്ടനോട് പറഞ്ഞേ കൊണ്ട് സർവീസ് ചെയ്യാൻ. എപ്പോൾ പറഞ്ഞാലും കേൾക്കത്തില്ലേ, കാർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കംപ്ലൈന്റ് ആകുന്നുണ്ട്. ആ ഇനിയിപ്പോൾ എന്താ, നമുക്കിപ്പോൾ ബസ് വരും തോന്നുന്നു. 7:15 ബസ് ഉണ്ട് ഇവിടുന്ന്. ആ വരുന്നു. ഓ എനിക്ക് സ്പീഡിൽ നടക്കാൻ വയ്യ, കാലുവേദനയാണ്ടേ, അതുകൊണ്ടല്ലയോ. എന്തായാലും നാണിയമ്മ ശാന്തേച്ചി സമ്മതിക്കണം. കർക്കിടകം കഴിഞ്ഞപ്പോൾ രണ്ടുപേരുടെ കർക്കിടക ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതാണ്ട് ബാംഗ്ലൂർ പോകുന്നത്. അയ്യോ അത് ശരിയാ ശാരദേ, ഇപ്പം ഓണമായി, അപ്പോഴാണ് ഞങ്ങൾ കർക്കിടക ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പോകുന്നത്. ഓ കർക്കിടകത്തിൽ പോകാനോ പറ്റിയില്ലെന്നാ ഇപ്പോഴേക്കും പോകണ്ടേ, കാലുവേദനയാണ് ഭയങ്കര എനിക്ക് അതുകൊണ്ട് ഞാനിങ്ങനെ നിന്ന് വർക്ക് ചെയ്യുമ്പോഴത്തേക്കൊക്കെ ഷോൾഡറിനൊക്കെ ഭയങ്കര വേദന. അതുകൊണ്ട് ഞാനും നാണിയമ്മ ദേഹം ഒന്ന് തിരുപ്പിക്കാൻ പറഞ്ഞിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഈ റോഡ് ഇങ്ങോട്ട് മാറിയിരിക്കുന്ന നാണിയമ്മേ. ആ അതോ ബസ്സാണ് അവിടെ കൊണ്ട് നിർത്തി, ഇനി അങ്ങോട്ട് നടക്കണമല്ലോ. ഇവന്മാർ എന്തോന്ന് കാണിച്ചത്, നമ്മൾ ഇത്രയും പേര് ഇവിടെ നിൽക്കുന്നത്, എന്നിട്ട് അത്രയും ദൂരം മാറ്റി ബസ് നിർത്തിയത്. ഇനി അങ്ങോട്ട് ഓടട്ടെ എല്ലാവരുടെ. ഷോ കഷ്ടമായിപ്പോരുടെ മഴ പെയ്തത്, നമ്മുടെ ഡ്രസ്സൊക്കെ നനയോ. ചേട്ടനാണെങ്കിൽ ഇവിടെ നിൽക്കാന്നോ പറഞ്ഞത്, എന്നിട്ട് ഇതുവരെ കാണുന്നില്ലല്ലോ. റെയിൽവേ സ്റ്റേഷൻ നിൽക്കാൻ വരുന്നല്ലോ ചേട്ടൻ പറഞ്ഞത്. ആ കൂട്ടുകാരനായി പൈസ കൊടുക്കാനുണ്ടായിരുന്നൊക്കെ, അത് കൊടുത്തിട്ട് അങ്ങോട്ട് വരാന്നങ്ങോട്ട് പറഞ്ഞേ. സന്തോഷം നേരത്തെ എത്തോ ശാന്തേ? ദൈവമേ ട്രെയിൻ വരാറായി. ഇവിടെ ഒറ്റ കുഞ്ഞുങ്ങളെ പോലും കാണാനില്ലല്ലോ. പക്ഷേ റെയിൽവേ സ്റ്റേഷനിൽ മറ്റേ സാധാരണ ഈ സമയത്ത് ഇഷ്ടംപോലെ ആൾക്കാരുള്ളതാണ്. ഇപ്പം ആരും കാണുന്നില്ല റെയിൽവേ സ്റ്റേഷനിൽ. ആ കേറാൻ റെഡിയായിട്ട് എല്ലാവരും. ഈ ചേട്ടൻ എന്ത് പരിപാടി എന്നാലും കാണിച്ചത്? എല്ലാവരും കുളം മണക്കിനി. അയ്യോ ആരും ട്രെയിനിൽ കയറില്ലേ. ഇതൊക്കെ സന്തോഷമായിട്ട് പറഞ്ഞ ട്രെയിനിൽ കയറേണ്ടത്. ചേട്ടാ എന്താ ഏട്ടായി പറയുന്നത്? ട്രെയിനിൽ കയറേണ്ടത്, ട്രെയിൻ തന്നെ നിർത്തിയിട്ടേക്കുന്നത്. ഞങ്ങൾ അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്ത് പോകണ്ടേ നമുക്ക്? വാ നമുക്ക് കയറാം എല്ലാവർക്കും. സീറ്റ് എടുക്കുന്നുണ്ടല്ലേ, എല്ലാവരും കയറിയിരിക്കും. ഷോ നിങ്ങൾ എന്തോ പരിപാടി കാണിച്ചത്? എല്ലാവരോടും ഞാൻ കയറെന്ന് പറഞ്ഞതാകുന്നത് ആരും കേട്ടില്ല. എല്ലാവരും ചാടിയും കയറി, പിന്നെ ഞാനോട് പറയാൻ കയറിയേ ഉള്ളൂ ട്രെയിനിൽ. ഈ ചേട്ടൻ ഇത് എന്തൊക്കെയാ പറയുന്നത്? അല്ല ചേട്ടൻ എന്ത് കുഴപ്പം? റെയിൽവേ സ്റ്റേഷൻ നേരത്തെ വരാൻ പറഞ്ഞിട്ട് വന്നതും ഇല്ല. ഇതേണ്ട ഇപ്പൊ പറഞ്ഞ ട്രെയിനെ കയറരുത്, അത് കഴിഞ്ഞാൽ എന്തൊക്കെയാ പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല. അതൊന്നും പറയില്ല, ഞാൻ ട്രെയിനെ കയറരുതെന്ന് പറഞ്ഞതിന്റെ കാര്യം. ഇവിടെ ഞാൻ ഒരു മനുഷ്യക്കാരുണ്ട് നോക്കി റെയിൽവേ സ്റ്റേഷനിൽ. നിങ്ങൾ അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടാകും ട്രെയിനിൽ കയറാൻ? അയ്യോ ഞാൻ അതല്ല പറഞ്ഞു, നിങ്ങളൊന്ന് മനസ്സിലാക്കുക പറയുന്ന കാര്യം. കുറെ നേരം കൊണ്ട് കാര്യം പറയാന്നല്ലാതെ ഒന്ന് വ്യക്തമായിട്ട് പറയാൻ എന്റെ സന്തോഷേ. നിങ്ങൾ ആരെങ്കിലും ട്രെയിൻ കണ്ടിട്ടുണ്ടോ? ഒരു ട്രെയിനിൽ ട്രെയിൻ ഇറങ്ങിയിട്ടുണ്ട്. ഏത് ട്രെയിൻ എപ്പോൾ തിന്നുന്നൊന്നും അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പൊ ആരും ട്രെയിനെ കയറാന്നുണ്ട് വരാൻ മടിക്കുന്നത്. നമ്മളിപ്പോ ഇങ്ങോട്ട് റെയിൽവേ സ്റ്റേഷനിൽ ആരും കണ്ടില്ലല്ലോ. എല്ലാരും ഇപ്പൊ അതുകൊണ്ട് ട്രെയിനെ കയറാത്തത്. അതേ മണി സത്യം. ഇതെന്താ പറഞ്ഞ ട്രെയിൻ തിന്നുന്നോ? അത് സാധനോ ട്രെയിൻ തിന്നുന്നേ? അയ്യോ ഈ ട്രെയിൻ പിടിച്ച് തിന്നു ഇനി. ബാംഗ്ലൂർ പോകാനല്ലായിരുന്നോ? നമുക്ക് ബസ്സിൽ പോയാൽ മതിയായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ ട്രെയിനിൽ കയറരുതെന്ന്. ഓ ട്രെയിൻ ടിക്കറ്റ് എടുത്തില്ലെന്നും പറഞ്ഞില്ലയോ മോനെ ഞങ്ങളെ ഓടി കയറിയത്. ഓ ഇതിപ്പോ കേട്ടിട്ട് തന്നെ പേടിയാവുന്നു. ട്രെയിൻ ടിക്കറ്റ് പോയാലും വേണ്ടിയില്ലായിരുന്നല്ലോ. എനിക്കത് ഈ ട്രെയിനിനകത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ഒരു മനുഷ്യനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാരാ അങ്ങനെ വെച്ച സൗണ്ട് കേട്ടോ? എന്തോ അയ്യോ ട്രെയിനിന്റെ അതേ സൗണ്ട് തന്നെ കേട്ടത്.
ഇതൊരു റെയിൽവേ ട്രാക്ക് ആണല്ലോ, ഇവിടെ നിൽക്കാം. എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ. റെയിൽവേ സ്റ്റേഷൻ നോക്കി നടന്നിട്ട് ഒന്നും കാണാനില്ല. ഒരു ട്രെയിനെങ്കിൽ ഒരു ട്രെയിൻ എന്തായാലും ഇതുവഴി വരാതിരിക്കത്തില്ലല്ലോ. ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം.